സൗന്ദര്യക്ക് റെഡ് കാർഡോ? അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ട്വീറ്റ്സ് ആയിക്കോട്ടെ, തമിഴ് ബിഗ് ബോസിന്റെ കുറെ ഇൻസ്റ്റാഗ്രാം പേജസ് ആയിക്കോട്ടെ, ഒക്കെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ റെഡ് കാർഡിനുള്ള ഒരു സംഭവം ഇന്ന് സൗന്ദര്യം ചെയ്തതായിട്ട്, സൗന്ദര്യം ചെയ്തതൊക്കെ തെറ്റാണ്, പക്ഷേ റെഡ് കാർഡിനുള്ള ഒരു സാധനം സൗന്ദര്യം ചെയ്തിട്ടുണ്ടോ? സൗന്ദര്യം സ്ഥിരം കാണിക്കുന്നതിന്റെ ഒരു 7 അയലത്തോട്ടൊന്നും ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ച തർഷികയെ പിടിച്ച് തള്ളിയതും, അതിന് മുന്നത്തെ ആഴ്ചയിൽ റയാൻ വന്ന റാണവിനെ പിടിച്ച് തള്ളിയതും അതിന്റെ അത്രയ്ക്കൊന്നും എനിക്ക് ഇന്ന് തോന്നിയില്ല. കാരണം കൊടയിൽ പിടിച്ചു, അൻഷിത പിടിച്ചുകൊണ്ട് നിന്ന് ആ ഒരു കൊടയിൽ പിടിച്ചു, കയ്യിൽ ടച്ച് ചെയ്ത് ഇങ്ങനെ കുലിക്കുക എന്നുള്ള അല്ലാതെ സൗന്ദര്യം ഒന്നും ചെയ്തില്ല. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് റാണവ് നന്നായിട്ട് കളിക്കാൻ ശ്രമിച്ചു. കാരണം തൊഴിലാളിയുടെ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട എന്നുള്ള ഒരു ലെവൽ, എംപ്ലോയിയെ തൊട്ട് കളിക്കുന്നു എന്നുള്ള ഒരു ലെവൽ പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അത് റാണവിന്റെ ഗെയിമാണ്. സൗന്ദര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴത്തെയും പോലെ ഷോ ഓഫ് കാണിക്കാൻ പോയതാണ്. പക്ഷെ റാണവ് അടിച്ചൊതുക്കി അവിടെ മൂലയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ്. സൗന്ദര്യം ഇത് കരഞ്ഞ് ആകെ ഒരു അവസ്ഥയിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ അറ്റാക്ക് ചെയ്തത് മഞ്ജരിയാണെന്ന് പറയേണ്ടി വരും. കാരണം റാണവുമായിട്ട് സംസാരിച്ചുകൊണ്ട് എനിക്ക് നിർത്തടാ, നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ അടി ഇങ്ങനെ കൊടുത്തത് മഞ്ജരിയാണ്. മഞ്ജരി തടഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് കറക്റ്റ്ലി ഫിസിക്കലി അടിച്ചത് തന്നെയാണ്. പക്ഷെ ഇതിപ്പോൾ വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിനകത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഓൾറെഡി സൗന്ദര്യക്ക് 2 വാണിങ്ങുകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. മുൻപ് ഒരു വാണിങ് എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ, ഒന്ന് എപ്പോഴാണെന്ന് കിട്ടിയത്. അപ്പോൾ ഈ വാണിങ്ങുകളൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ ഇനി സൗന്ദര്യയുടെ കേസിൽ വീണ്ടും ഇങ്ങനെ ഒരു ഇഷ്യൂ വരാൻ വന്നതുകൊണ്ട് സൗന്ദര്യക്ക് റെഡ് കാർഡ് കിട്ടും, അതിനെക്കുറിച്ച് എനിക്ക് ഒരു പിടിയുമില്ല കേട്ടോ. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ അതിനും മാത്രമുള്ള ഒരു ആക്ട് നടന്നിട്ടില്ല, സൗന്ദര്യക്ക് റെഡ് കാർഡ് കിട്ടാൻ മാത്രമുള്ള ഒരു ആക്ട്. കാരണം കഴിഞ്ഞ ആഴ്ച ചെയ്തതായിരുന്നു ഏറ്റവും വലിയ റെഡ് കാർഡ് കൊടുക്കാനാണ്. കാരണം പിടിച്ചൊരൊറ്റ തള്ളായിരുന്നു തർഷികയെ പിടിച്ച്, നീ ആരടി ജാക്കിലിന്റെ തന്തയ്ക്ക് വിളിക്കാണെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം അത്രയ്ക്കും കൂടുതലാണെന്ന് എനിക്ക് ഇന്ന് തോന്നിയില്ല. പിന്നെ മഞ്ജരിയും റാണവുമായിട്ടുള്ള വഴക്കും അതിനുശേഷമുള്ള നമ്മുടെ ടാസ്ക് അനുബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വേറെ സ്പെഷ്യലി ഇന്നൊന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 67 ഡിസംബർ 12-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. ഇന്നലത്തെ എപ്പിസോഡിൽ അരുൺ ഭയങ്കര ഹൈപ്പായിരുന്നു. അരുൺ ഞാൻ പറഞ്ഞു നെഗറ്റീവാണ്, എന്നിരുന്നാലും നല്ലൊരു ഹൈപ്പ് അരുൺ കാണിക്കുന്നു. പക്ഷെ ഇന്ന് അരുൺ ഫുൾ സൈലന്റ് മോഡാണ്. രാവിലെ തന്നെ എന്ത് ചെയ്യുന്നു, ബിഗ് ബോസിന്റെ ലെറ്റർ വരികയാണ്, ഇനി മുതൽ വീട്ടിലെ ജോലികളും വെസൽ വാഷിങ്ങും കുക്കിങ്ങിനും ഒക്കെ ആളുണ്ടല്ലോ, അതും ഈ പറയുന്ന വർക്കേഴ്സ് തന്നെ എടുക്കേണ്ടി വരും, അവർ തന്നെ ജോലി ചെയ്യണം. പിന്നെ പൈപ്പിൽ കിച്ചണിലൊക്കെ നല്ല വെള്ളം വന്നല്ലോ, ഇനി മുതൽ പൈപ്പിൽ വെള്ളം വരില്ല. വെള്ളം വേണമെങ്കിൽ പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് നേരെ പിടിച്ചുകൊണ്ട് പോകണം. അവിടെ നിന്ന് ആരെങ്കിലും സൈക്കിൾ കിട്ടുമ്പോൾ പൈപ്പ് ബക്കറ്റ് ചുമന്നുകൊണ്ട് പോകണം. അതെന്തായാലും കൊള്ളായിരുന്നു. പിന്നെ ജോലിക്ക് വേണ്ടി മാത്രമേ വീട്ടിനകത്ത് കയറാൻ പാടുള്ളൂ, പിന്നെ ടോയ്ലറ്റിനും എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മുത്തു, അപ്പം ഇനി അവരവരുടെ കാര്യങ്ങളൊക്കെ റൂൾസ് വേണമെങ്കിൽ മാറ്റാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ചെറുതായിട്ട് പറയുന്നുണ്ട്. അപ്പം മുത്തു ഇതേ സമയം അവരുടെ മുത്തു എംപ്ലോയി ആണല്ലോ, അപ്പോൾ ആ ടീമിനടുത്ത് പറയണം, നമ്മൾ ഇനി കളിക്കേണ്ടത് സമൂഹത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, ഒരു ജോലിക്കാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ലെവലാണ് നമ്മൾ കളിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നു. കുറച്ച് കഴിയുന്നു, മഴ പെയ്യുന്നു. ഇനിയാണ് കഥ. എന്ത് ചെയ്യുന്നു, നമ്മുടെ അൻഷിത റെസ്റ്റ് റൂമിൻ്റെയൊക്കെ അവിടെ നിൽക്കുവാണ്. അപ്പം റയാൻ അൻഷിത റെസ്റ്റ് റൂമിൽ പോകാൻ വേണ്ടിയിട്ട് റയാൻ എന്ത് ചെയ്യുന്നു, സൈക്കിൾ ചവിട്ടുന്നു. ഇതേസമയം ദീപക് വന്നിട്ട് പറയണം, എല്ലാവർക്കും ടൈം ലിമിറ്റ് ഉണ്ട് ഇനി മുതൽ കേട്ടില്ല, എല്ലാവർക്കും ടൈം ലിമിറ്റ് ഉണ്ട് എന്തിന്, ബാത്റൂമിൽ പോയി വരാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വാപ്പ് എല്ലാം ഇനി നമ്മൾ പറയും, അതായത് ചില സമയം നമ്മൾ പറയല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്തെന്നൊക്കെ, ഇനി നമ്മൾ പറയുന്ന ആൾക്കാർ മാത്രമേ സ്വാപ്പ് അവിടെ ചവിട്ടാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ അപ്പം അൻഷിത പറഞ്ഞു, അയ്യോ ഞാൻ പോയിട്ട് ബാത്റൂമിൽ കുറച്ച് വെള്ളം ബാക്കി ഇരിപ്പുണ്ട്, അപ്പം ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാനാ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറച്ച് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ജാക്കിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി നമ്മൾ ബ്രേക്ക് ടൈം തരും, ബ്രേക്ക് ടൈം തരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വിശാൽ പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ. അപ്പം നമുക്ക് മൂത്രം ഒഴിക്കാനോ വേറെ എന്തെങ്കിലും ആവശ്യമൊക്കെ വാഷ്റൂമിൽ പോകണമെങ്കിൽ റെസ്റ്റ് റൂമിൽ പോകണമെങ്കിൽ അത് നിങ്ങൾ തരുന്ന ബ്രേക്ക് ടൈമിലാണോ പോവേണ്ടത്, അത് പറ്റത്തില്ല. അപ്പം മഞ്ജരി പറയാണ്, നിനക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ യൂണിയൻ ലീഡേഴ്സിൻ്റെ അടുത്ത് പറ എന്ന് പറഞ്ഞ് ആ ഒരു പ്രശ്നമാണ് നടക്കുന്നുണ്ട്. കുറച്ച് കഴിയുന്നു, ജാക്കലിൻ മീറ്റിങ്ങിൽ പറയുവാണ്, യൂണിയൻ ലീഡർ നമുക്ക് റൂൾ വെക്കണം, കുറച്ച് റൂൾസ് പുതുതായിട്ട് കൊണ്ടുവരണം. ഒന്നാമത്തെ റൂൾ, യൂണിയൻ ലീഡർ മാത്രമായിരിക്കണം നമ്മളോട് സംസാരിക്കേണ്ടത്. നമുക്ക് ആരോട് വേണമെങ്കിലും വിളിച്ച് സംസാരിക്കാം, നമ്മളോട് യൂണിയൻ ലീഡർ മാത്രം സംസാരിക്കാൻ പാടുള്ളൂ. പിന്നെ ബാത്റൂമിൻ്റെ ടൈം നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കണം അവർ ബാത്റൂമിൽ പോകേണ്ടത് ടൈമൊക്കെ. പിന്നെ ബ്രേക്ക് അവർക്ക് ബ്രേക്ക് കൊടുക്കും, ആ ബ്രേക്ക് ടൈമിലാണ് അവർ പോകേണ്ടത്. 20 മിനിറ്റ് നമുക്ക് ബ്രേക്ക് കൊടുക്കാം. അപ്പോൾ ദീപക് പറഞ്ഞാൽ 20 മിനിറ്റ് കൊടുക്കാം, ആഹാരം കഴിച്ചിട്ട് ഉച്ചയ്ക്കുള്ളത് അങ്ങനത്തെ ഒരു ബ്രേക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നു. കുറച്ച് കഴിയുന്നു, വിശാലിനടുത്ത് ചവിട്ടാൻ പറയുന്നു. വിശാലെ എംപ്ലോയീസിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സ്ട്രൈക്ക് ചെയ്യാൻ പോവാണ്, കാരണം ഈ ബാത്റൂമിൻ്റെ കേസും പറഞ്ഞുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകണം, അവർ തരുന്ന സമയത്ത് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇതേസമയം ഇനിയാണ്
ഇഷ്യൂ. അൻഷിത, മഴ നല്ല മഴയാണ്, അപ്പോൾ അവർക്ക് അവിടെ വിടുതയുണ്ട്, അപ്പോൾ അവിടെ കിടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ കിടക്കാനുള്ള സ്ഥലത്തിന്റെ ഫ്രണ്ടിൽ, വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊടയും പിടിച്ച് മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അൻഷിത നിൽക്കുവാണ്. അപ്പം ജാക്കിൽ വന്ന് പറയുന്നത് അകത്ത് കയറിപ്പോ, എന്തിനകത്ത് കയറി പോകുന്നു, ഞാൻ ഇവിടെയല്ലേ നിൽക്കുന്നത്, അത് നിങ്ങൾ നമ്മുടെ ജോലിക്കാരല്ലേ, നമ്മൾ പറയുന്നത് കേൾക്കണം, അകത്ത് കയറിപ്പോ. അപ്പൊ അൻഷിത പറയുന്നത് ഇത് എന്റെ പേഴ്സണൽ കാര്യമാണ്, എനിക്ക് എൻ്റെ ഇഷ്ടമാണ് മഴയത്ത് നിൽക്കുന്നത്, മഴയത്ത് തന്നെ എന്നൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, അപ്പൊ ഞാൻ അകത്ത് കയറി പോകൂല, ഞാൻ ഇവിടെ നിൽക്കുള്ളൂ. അപ്പം മഞ്ജരി പറയുന്നത് അത് നിങ്ങളുടെ പേഴ്സണൽ സമയത്ത്, ഇത് വർക്ക് ടൈമാണ്, അപ്പം നിങ്ങൾ അകത്ത് കയറിപ്പോ, മഴ പെയ്യും, അകത്ത് കയറിപ്പോ. അപ്പം ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞാൽ പോകത്തില്ല. എന്ത് ചെയ്യും, എനിക്ക് അനുസരിക്കാൻ പറ്റില്ല, ഇത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്, ഞാൻ മഴ നനയാതിരുന്നോട്ടെ, മഴയത്ത് നിന്നോട്ടെ, നിങ്ങൾ എന്തേ നിറക്കാൻ വരുന്നു, ഇത് എൻ്റെ കാര്യമല്ലേ എന്ന് അൻഷിത ചോദിക്കുകയാണ്. അത് അൻഷിത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യമില്ലാതെ ഈ മാനേജേഴ്സ് അവരുടെ മണ്ടേ കയറാൻ പോകണം, അവർക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ അടിമകളാക്കി ഇടുന്ന വേലയിലാണ് അവർ കളിക്കാൻ പോയത്. അപ്പൊ അൻഷിത പറയുന്നത് ഒന്നാമത്തെ മഴ പണി ചെയ്യുന്ന പോലും ഇല്ല, അപ്പൊ വെറുതെ നിന്നപ്പോഴത്തേക്കും മാനേജേഴ്സിന് വേണമെങ്കിൽ വേറെ രീതിക്ക് വളച്ചൊടിക്കായിരുന്നു, മഴ ആയതുകൊണ്ട് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആ ലെവലിൽ ആരും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പോയിന്റ് സ്കോർ ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെ പറയാതെ അൻഷിത അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അൻഷിത കലിപ്പായത് മറിയല്ല, സൗന്ദര്യക്ക് എന്തെങ്കിലും കിട്ടുക, സൗന്ദര്യം ഓടി വന്ന് അൻഷിത കൊട ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ കൊടയിൽ കൂടി സൗന്ദര്യം ഇങ്ങനെ പിടിക്കുന്നു. അൻഷിതയുടെ 2 കൈ ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ സൗന്ദര്യയുടെ ഒരു കൈ അൻഷിതയുടെ ഇവിടെയും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അടുത്ത സൗന്ദര്യയുടെ മറ്റേ കൈ അൻഷിതയുടെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അൻഷിതയുടെ കയ്യിൽ ടച്ച് ചെയ്യുന്നുണ്ട്, എന്നിട്ട് കുട പിടിച്ച് 2 കുലുക്കുന്നില്ല, കുട പിടിച്ച് വാങ്ങിച്ചിട്ട് ഇവളെ പറഞ്ഞു വിടാനാണ് ഈ സൗന്ദര്യം പോയി നോക്കുന്നത്. അപ്പൊ സൗന്ദര്യം ഇപ്പൊ ഈ കൊട പിടിച്ച് കുലുക്കുമ്പോൾ അത് വേറൊരു ഇമ്പാക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി സംഭവം ഒന്നുമില്ല, സൗന്ദര്യം പോകുന്നു, അൻഷിത ഒന്നും ചെയ്യുന്നില്ല, കൊട പിടിച്ച് 2 കുലുക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന എംപ്ലോയീസിന് എന്ത് ചെയ്യാം, ഇതിനെ വേറെ ലെവലിൽ ചിത്രീകരിക്കാം, കാരണം ഇത് ഗെയിം ആണല്ലോ. അപ്പം എന്തിനാണ് അധികം നമ്മുടെ എംപ്ലോയീസിന് മേലെ നിങ്ങൾ കൈവക്കുന്നത്, എന്തിനാണ് നിങ്ങൾ എംപ്ലോയീസിനെ നേരെ ഉപദ്രവിക്കാൻ വരുന്നത്, അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇവർക്ക് അവിടെ ഗെയിം പ്ലേ കളിക്കാം. ഒരു സംഭവം നടന്നിട്ടില്ല, സൗന്ദര്യം ഒരു അറ്റാക്കും ചെയ്തിട്ടില്ല, എന്നിരുന്നാൽ കൂടിയും എംപ്ലോയീസിനോട് പറയാം ജോലിക്കാരുടെ ദേഹത്ത് കൈവെക്കുന്നോ, ഈ ഡയലോഗ് ജോലിക്കാരുടെ ദേഹത്ത് കൈവെക്കുന്നോ എന്നൊരു ഡയലോഗ് അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം. ഈ സാധനം കറക്റ്റായിട്ട് റാണവ് യൂസ് ചെയ്യുന്നുണ്ട്. റാണവിന് ബുദ്ധി ഉണ്ടെന്ന് ഞാൻ പറയുള്ളൂ. റാണവ് കറക്റ്റായിട്ട് ആ സമയത്ത് അത് യൂസ് ചെയ്യുന്നുണ്ട്. തൊഴിലാളികളുടെ മേലെ കൈവെക്കുന്നോ എന്നും ചോദിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ സത്യം പറയണത് കൈവെക്കരുത്, അപ്പൊ സത്യമുള്ളതൊന്നും കൈവെക്കരുത്. സത്യം പറയണം, ഞാൻ കൈവച്ചിട്ടില്ല, ഞാൻ കൊടയിൽ പിടിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ സത്യം ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യണം. അപ്പൊ റാണവ് യൂണിയൻ മെമ്പറിന്റെ മേലെ കൈവച്ചോ, യൂണിയൻ മെമ്പറിന്റെ മേലെ കൈവയ്ക്കാൻ പാടില്ല എന്നല്ല സത്യം പറഞ്ഞ സൗന്ദര്യം പോയി കൊട വിളിക്കതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അപ്പൊ അൻഷിത വെച്ചില്ല റാണവ് എന്റെ ഭർത്താവ് കൈവച്ചില്ല, എന്നെ അവൾ അടിച്ചില്ല, എന്നെ ഒന്നും ചെയ്തില്ല. അപ്പൊ റാണവ് യൂണിയൻ മെമ്പറിന്റെ മേലെ കൈവയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ മഞ്ജരി വന്നിട്ട് എന്റെ പൊന്നു റാണവൻ ഞാൻ ഒന്ന് പറയട്ടെ, അവളെ വന്ന് ഇങ്ങനെ പിടിച്ചത്. അപ്പൊ റാണവ് യൂണിയൻ മെമ്പറിന്റെ മേലെ കൈവച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ മഞ്ജരി എന്റെ പൊന്നു റാണവ ഒന്ന് നിർത്ത്, ഒന്ന് മതിയാക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു തട്ട് കട്ടുന്നുണ്ട്. ഇത് ഫിസിക്കൽ അറ്റാക്കാണ്, അത് ചെയ്തുകൂടാ ബിഗ് ബോസിനകത്ത്. ഇവർ ചുമ്മാ കളിച്ചിരിച്ചൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിൽ ഓക്കെ, ഇത് ടാസ്കിനകത്ത് അടിയാവുന്ന സമയത്താണ് മഞ്ജരി ഇത് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും റാണോ പറയുന്നത് ഇനി നമ്മൾ ഒരു പണിയും ഇവിടെ ചെയ്യില്ല, ടോയ്ലറ്റിൽ പോകാൻ നിങ്ങൾ ഒരിടത്തും പോണ്ട, നിങ്ങൾ ഫുഡും കഴിക്കണ്ട, നിങ്ങൾക്ക് ഒന്നും കിട്ടൂല, നമ്മളിവിടെ പണിയും ചെയ്യില്ല. അപ്പൊ അൻഷിത അടിച്ചു റാണവിനെ അടിച്ചു, മഞ്ജരി അടിച്ചു. അപ്പൊ സൗന്ദര്യ റാണവ് ഞാൻ സൗന്ദര്യക്ക് അറിയില്ല, സൗന്ദര്യക്ക് ഒരു ഭ്രാന്ത് അളവി കഴിഞ്ഞ വേറൊരു മുഖമാണ്. അപ്പൊ സൗന്ദര്യ ഞാൻ കയ്യിൽ പിടിച്ചു എന്ന് പറഞ്ഞു, നീ എന്തിനു പിടിച്ചു, നീ ട്വിസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഈ വർക്കേഴ്സ് എല്ലാം കൂടെ ഇവിടെ പോകുന്നു അറിയുമ്പോൾ ഇവരുടെ പണിശാല ഉണ്ടല്ലോ, പണിശാലയിൽ അവിടെ മൂടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അവരവിടെ പോയി നിൽക്കുന്നു. മാനേജേഴ്സ് എല്ലാം അവരുടെ വീടിന് മുമ്പിൽ നിന്ന് ഇവരവിടെ ഇങ്ങോട്ട് യുദ്ധം. നിങ്ങൾ എന്ത് ചെയ്തു, എംപ്ലോയീസിന് ഇവരൊക്കെ സൗന്ദര്യം അനാവശ്യം പറയരുത്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഭയങ്കര ചകട ഭയങ്കര വഴക്കാണ് റാണവും സൗന്ദര്യം തമ്മിൽ. റാണോ പറഞ്ഞു നീ പിടിച്ചു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, നീ കയ്യിൽ കയറി പിടിച്ചു, അറ്റാക്ക് ചെയ്തു, തൊഴിലാളിയുടെ പേരെ കൈവച്ചു. സൗന്ദര്യയും മഞ്ജരിയും നമ്മുടെ അടുത്ത് സോറി പറയണം. മഞ്ജരി എൻ്റെ കയ്യിൽ അടിച്ചു, സൗന്ദര്യമുള്ള കൈ കയറി പിടിച്ചു, രണ്ടുപേരും സോറി പറയണം. കുറച്ച് കഴിയുന്നു, മാനേജേഴ്സിന്റെ മീറ്റിംഗ് നടക്കുകയാണ്. അരുൺ മിണ്ടുന്നില്ല. ഇന്നലത്തെ ഒരു അരുണിന്റെ പവർ അവിടെ പോയിന്ന് എനിക്ക് അറിഞ്ഞൂടാ. അരുൺ മിണ്ടുന്നില്ല. അപ്പൊ മുത്തു ഇതേ സമയം നമ്മുടെ എന്ത് ചെയ്യാണ്, ഇവിടെ മുത്തു നമ്മുടെ മീറ്റിംഗ് കൂടുകയാണ് ഇവിടെ തൊഴിലാളികളുടെ ഇടയിൽ. അപ്പൊ തൊഴിലാളികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ ടാസ്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലെവലിൽ നമ്മൾ കളിക്കണം. അപ്പൊ അൻഷിത പറയണ കൊട പിടിച്ച് വീട്ടിൽ ഞാൻ പോവണ്ടേ എന്ന് പറയാൻ അവരാരാണ്, ഞാൻ എവിടെ നിൽക്കണം എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പൊ മുത്തു പറയണ 2 പേരും ചെയ്ത് തെറ്റാണ്, 2 പേരും സോറി പറയണം. ഡിസ്കഷൻ നടക്കുന്നു. അരുൺ വർക്കേഴ്സിന്റെ ഇടയിൽ വരുന്നു.
മഞ്ചരി ചെയ്ത തെറ്റ് തന്നെയാണ്, സമ്മതിക്കുന്നതിന് രണ്ടർത്ഥമുണ്ട്. മഞ്ചരി നിങ്ങളെ തൊട്ടു, മഞ്ചരി നിങ്ങളെ തൊട്ടു എന്ന് പറയുന്നത് രണ്ടർത്ഥമുണ്ട്. ഒന്നുകിൽ ബാഡ് ടച്ച്, അരുൺ ഇത്രയും പറയുന്നുള്ളൂ, അതിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ ബാഡ് ടച്ച്, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കായികമായി ആക്രമിച്ചു. ഈ രണ്ടർത്ഥം വെച്ച് ഡബിൾ മീനിങ് വെച്ചാണ് നിങ്ങളിപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് റാണവ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അരുൺ പറയുന്നത് കറക്റ്റ് സാധനമാണ്. അപ്പം അൻഷിതയും റാണവും കൂടി ഇവർ രണ്ടുപേരും ചെയ്തതിന് സോറി പറയണം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അരുൺ പറയാണ് അൻഷിത റാണവ് വന്ന്, അൻഷിതയും റാണവും വന്ന് വാ അകത്ത് വാ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പൊ റാണവ് പറയാണ്, അൻഷിത പറയാണ് ഇല്ല നമ്മൾ എന്തിനു വരണം, നമ്മളടുത്ത് വന്ന് ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇനി അകത്ത് വന്ന് അവരുടെ അടുത്ത് വന്ന് അവരുടെ നിന്ന് സോറി പിടിച്ചു വാങ്ങിക്കണം. നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ യൂണിയൻ ഓഫീസിൽ അവർ വരണം, വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കണം. അപ്പോഴത്തേക്കും ദീപക് അരുണേ വാ അവരെ വിളിച്ചോണ്ട് വാ നമുക്ക് സംസാരിക്കാം. നമ്മൾ വരില്ല സാറ് പോയാട്ടോ, നമ്മൾ വരൂല, ഇവിടെ നടക്കുന്ന നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഇവരെ മാനേജേഴ്സിനെ എല്ലാം വിളിച്ച് അവിടെ വരുത്തുന്നു. അപ്പൊ ദീപക് പറയാൻ ഈ സമയമൊക്കെ രഞ്ജിത്ത് സൈലന്റ് ആണ്, ക്യാപ്റ്റനാണ്, ഒരു ഭൂലോക തോൽവി ഭയം, ഫുൾ സൈലന്റ്. രഞ്ജിത്തൊക്കെ സൈലന്റ് ആണ്. അപ്പൊ വരുന്നു, എല്ലാവരും വരുന്നു. സൗന്ദര്യം പറയണ എന്താ പറയുക, മാനേജർ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞപ്പം അൻഷിത കേട്ടില്ല. അപ്പം ഞാൻ അൻഷിതയുടെ കുടയിൽ പിടിച്ചാണ് വലിച്ചത്. അൻഷിതയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അത് അൻഷിതയ്ക്കും അറിയാം. റാണവ് ഇവിടെ പലതും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുവാണ്. അപ്പം റാണവ് പറയാണ് 2 തവണ വാണിങ് കിട്ടിയ ഒരാളാണ് നീ എന്തിനത് ചെയ്തു സൗന്ദര്യ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ റാണവ് സാധനം ഈ കാണിക്കുന്ന ഗെയിമാണെന്നുള്ള ആരും വെളിയിൽ വന്നു. കാരണം റാണവ് ഇപ്പം നിൽക്കുന്ന ആരായിട്ടാണ്, വർക്കറായിട്ടാണ്. അപ്പം ഈ എംപ്ലോയി ആയിട്ട് വേണം ഈ റാണവ് ബിഹേവ് ചെയ്യേണ്ടിയിരുന്നത്. സൗന്ദര്യം ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ വന്ന് പിടിച്ചതൊക്കെ ഓക്കെ, അത് തെറ്റോ ശരിയോ എന്തോ ആവട്ടെ. റാണവ് ഈ 2 വാണിങ്ങിന്റെ കേസ് പറയരുതായിരുന്നു, ടാസ്ക് തീർന്നിട്ട് ഈ സാധനം പറഞ്ഞിരുന്നു. കാരണം റാണവ് എംപ്ലോയി ആയിട്ട് നിൽക്കുമ്പം എംപ്ലോയീസിന് എന്തൊക്കെ ഇഷ്യൂസ് നടന്നിട്ടുണ്ട് അത് പറയണമായിരുന്നു. 2 വാണിങ് കിട്ടി, നീ എന്തിനാണ് വീണ്ടും അവളെ കയറി ഉപദ്രവിക്കാൻ പറ്റും എന്ന് ചോദിച്ചത് തെറ്റാണ്. കാരണം അത് ഗെയിമിന്റെ വെളിയിൽ നിന്നും റാണവ് വന്നു. അതെന്തായാലും വിജയ് സേതുപതി ചോദിക്കും ഈ ആഴ്ച ആരൊക്കെയാണ് ഗെയിമിന്റെ പുറത്തേക്ക് വന്നതെന്ന്. എന്തായാലും ഈ പറയുന്ന റാണവിന്റെ പേരെല്ലാവരും പറയുകയും ചെയ്യും. അപ്പൊ സൗന്ദര്യം പറഞ്ഞ ഞാനത് ചെയ്തിട്ടില്ല, ഞാനത് ചെയ്യൂല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറഞ്ഞതാണ്. അപ്പൊ അൻഷിത പറയുന്നത് തൊഴിലാളി എടുത്ത് അകത്ത് പോ, അവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്, അത് പറയാൻ പറ്റരുത്. അപ്പം സൗന്ദര്യ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, സോറി, ഞാൻ സമ്മതിക്കുന്നു. റാണവിനും ഞാനത് ചെയ്യുന്ന കണ്ടപ്പം തെറ്റായിട്ട് തോന്നിയല്ലോ, സോറി. സൗന്ദര്യ സോറി പറയുന്നത്. അപ്പം ഞാൻ സൗന്ദര്യോ സോറിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണം. അപ്പം മഞ്ചരി യൂണിയൻ ലീഡറിനെ വിളിച്ചിട്ട് മാനേജറിനോട് കൈ നീട്ടി സംസാരിച്ച് മര്യാദ ഇല്ലാതെയാണ് അവിടെ റാണവ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ വന്നപ്പോൾ ദേഷ്യപ്പെട്ട് വേഗമായിട്ട് തട്ടി മാറ്റിയതാണ്, അല്ല നിന്നെ അടിച്ചതല്ല. അപ്പം അൻഷിത അടിക്കുന്നത് ഞാൻ കണ്ടു മഞ്ചരി, ഞാൻ കണ്ടു, ഞാൻ അടിച്ചതല്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞാൽ ഞാൻ തട്ടിയതാണ്. അപ്പൊ സൗന്ദര്യം പറയണം എംപ്ലോയിയുടെ മേലെ കൈ വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോന്ന് പറഞ്ഞു റാണവ് ഞാൻ അങ്ങനെ കൈ വെച്ചിട്ടില്ല. ഇങ്ങനെ മൂക്കിക്കട ഒലിക്കുന്നു, കണ്ണിക്കട ഒലിക്കുന്നു, സൗന്ദര്യം കരയുന്നു. അപ്പം ഞാൻ സൗന്ദര്യോ കരയുന്നു. അപ്പൊ റാണവ് സൗന്ദര്യയെ ഞാൻ എന്ന് പറഞ്ഞ് വിളിച്ചാൽ തെറ്റാണ്, അതിന് ഞാൻ സോറി പറയുന്നു. അടുത്ത് രഞ്ജിത്ത് എല്ലാം കണ്ടുണ്ട്. സാമിയെ ആ മൈൻഡിലാണ് രഞ്ജിത്ത് ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കഴിയുന്നത് മഞ്ചരിയും സോറി പറയുന്നു, റാണവും സോറി, സൗന്ദര്യം സോറി എല്ലാം പറഞ്ഞു. അപ്പൊ ജെഫ്രി നീ എൻ്റെ ലെഫ്റ്റ് സൈഡ് തോളിൽ തള്ളി റാണവ് ടാസ്ക് നടക്കുന്ന സമയത്ത്, ഞാനത് ആരടുത്തും പറഞ്ഞില്ല, നിന്റെ ഹീറ്റ് ഓഫ് ദ മൊമെന്റിലാണ് നീ അത് ചെയ്തത്. മഞ്ചരി നിന്റെ കൈ തട്ടി മാറ്റി നിന്നെ അടിച്ചു എന്ന് നീ പറഞ്ഞതുപോലെ നീയും എന്നെ അങ്ങനെ തോളിൽ തട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞല്ലോ. അപ്പൊ റാണവ് അത് ഇന്റൻഷനോട് കൂടി ഞാൻ ചെയ്തതല്ലോ. അപ്പൊ ജെഫ്രി ഓക്കെ, നീ ഇന്റൻഷനോട് കൂടി അല്ല ചെയ്തതെന്ന് നീ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ മഞ്ചരിയും അതേ ഇന്റൻഷനോട് കൂടി അല്ല ഹൈറ്റ് ഓഫ് ദ മൊമെന്റ് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നീ അത് മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല? അതൊരു കാലാക്കൻ ഡയലോഗായിരുന്നു ജെഫ്രി പറഞ്ഞത്. അപ്പൊ റാണവ് ശരിയാണ് സാർ, സോറി സാർ, തീർന്നു, ആ വിഷയം തീർന്നു. കുറച്ച് കഴിയുന്നു, ആ പ്രശ്നം അവിടെ തീർന്നിട്ട് മുത്തു ഞാൻ വെച്ച ഒരു റൂൾ ആയിരുന്നു മാനേജറിനോട് എപ്പോഴും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ എതിര് പറയാൻ പാടില്ല തൊഴിലാളികൾ, ഞാനത് തിരിച്ചു മാറ്റുന്നു. ഒരു മാനേജറും ഈ ലോകത്തുള്ള ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അരുൺ പറയാണ് അത് നിന്റെ പേഴ്സണലായിട്ടുള്ള പലതും കണ്ടിട്ട് നീ യൂണിയൻ തകർക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്കറിയാം മുത്തു എന്നിങ്ങനെ വീണ്ടും അരുൺ പറയാണ്. അപ്പൊ ദീപക് പേഴ്സണൽ എടുക്കരുത് അരുൺ, പേഴ്സണൽ എടുക്കരുത്. അപ്പൊ ജാക്കിൽ പറഞ്ഞു 2 പേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷെ അരുൺ ചില സമയത്ത് യൂസ് ചെയ്യുന്ന വേർഡ് സംസാരിച്ച് വന്നിട്ട് പേര് കൂത്താടിയാണ്, മറ്റതാണ് മറിച്ചതാണ്, അത് പറയാൻ പാടില്ല. അപ്പൊ ദീപക് പറയുന്നത് ശരിയാണ്, അതൊരുമാതിരി സംബന്ധമില്ലാത്ത വർത്താനമാണ് ഈ അരുൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംബന്ധമില്ലാത്തതെന്ന് വെച്ചാൽ ഒരു ബന്ധമില്ലാത്ത, ഞാൻ തമിഴ് പറഞ്ഞാണ് ഇപ്പം അങ്ങനെയായത്. ഇപ്പൊ ജാക്കിലും പറയണത് അങ്ങനെ നിനക്ക് എന്തെങ്കിലും സംബന്ധം ഇല്ലാത്ത കാര്യം, അല്ല ദീപക് അല്ല അരുൺ പറയണ സംബന്ധം ഇല്ലാത്ത കാര്യം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
ജാക്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നീ അങ്ങനെ പറയണം, അല്ലാതെ നീ വേറെ ലെവലിൽ പറയരുത്. പാരൻ പറഞ്ഞു എനിക്ക് ശിക്ഷ തന്നോളൂ, ഞാൻ സോറി ചോദിക്കൂല, എനിക്ക് ശിക്ഷ തന്നോളൂ ഈ കേസിന് എന്ന് പറയുന്നു. കുറച്ച് കഴിയുന്നു, സൗന്ദര്യ ഭയങ്കര കരച്ചിലാണ്. മഞ്ജരി പറയണേ നീ മനസ്സിലാക്കിയല്ലോ, നീ ചെയ്ത തെറ്റാണെങ്കിൽ നീ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി നീ സോറി ചോദിച്ചു തീർന്നു. അപ്പോൾ സൗന്ദര്യ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം, ഇപ്പം എന്ത് ചെയ്യൂല എന്ന് അറിയത്തില്ല, ഇപ്പം എനിക്ക് 2 വാണിംഗ് കിട്ടിയെന്ന് ഈ പറയുന്ന റാണവ് പറഞ്ഞു. അത് റാണവ് ക്യാരക്ടറിൽ നിന്നും പുറത്ത് വന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പുറത്ത് പോകുന്ന രീതി വേറെതായിരിക്കും. മഞ്ജരി പറയണം അത് തെറ്റാണ്, ഓക്കെ നീ അത് പേഴ്സണലായിട്ട് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്, അപ്പം നീ കളയി എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം അങ്ങ് തീരുന്നു. അപ്പോൾ കുറച്ച് കഴിയുന്നു, ദീപക് പറയാണ് ജെഫ്രിക്കും ഇനിയാണ് ഒരു ഇഷ്യൂ വരുന്നത്. അതായത് ജെഫ്രിക്ക് ബാത്റൂമിൽ പോകണം, അതിന് വേണ്ടിയിട്ട് റയാൻ എന്ത് ചെയ്യുന്നു, വെള്ളം പിടിച്ചുകൊണ്ട് ജെഫ്രിക്ക് കൊടുക്കുകയാണ്. രഞ്ജിത്ത് ചവിട്ടുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ റയാൻ പറയുന്നു നേരത്തെ വിശാൽ ബാത്റൂമിൽ പോയി, അത് കഴിഞ്ഞിട്ട് ഞാനാണ് എന്ന് ദീപകണ്ണൻ പറഞ്ഞു. ആ നീ വെക്കോ എന്ന് പറഞ്ഞു. ഇപ്പം എന്നിട്ട് പിന്നെ എന്താണ് ജെഫ്രിയുടെ പേര് പറയുന്നത്. അപ്പോൾ പവിത്ര എന്നിട്ട് എടാ ഞാൻ വന്നിട്ട് നിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, ഞാൻ പോയിട്ട് വന്നിട്ട് നിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ വിശാൽ പറയണേ ഇപ്പം ദീപകണ്ണ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, അങ്ങനെ നിങ്ങൾ പറയരുത്. അപ്പോൾ ദീപക് അന്നേരം പറയാണ് അതിപ്പോൾ ഞാൻ ഇപ്പം ജെഫ്രി പോകണമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിലും മാറ്റാം, ഞാൻ റയാൻ പോകണമെന്ന് പറഞ്ഞു, ഇപ്പം എനിക്ക് പോകാൻ താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഇനി വേണമെങ്കിൽ ആരെ പോട്ടെ, ജെഫ്രി പോട്ടെ, എനിക്ക് പറയാം, എനിക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ വിശാൽ എന്നിട്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇനി പറയരുത് ദീപകണ്ണ. അപ്പോൾ ദീപകണ്ണ എനിക്ക് പറ്റും, ജെഫ്രി പോ റയാൻ വെള്ളം കൊണ്ട് തന്നിരിക്കും. അപ്പോൾ റയാൻ പറയുന്നത് എനിക്ക് വെള്ളം കൊണ്ട് തരാൻ സൗകര്യമില്ല, പറ്റൂല എന്ന് പറയുകയാണ്. അതായത് വേറെ ഒന്നുമല്ല, വിശാൽ ബാത്റൂമിൽ പോകുന്നു, അടുത്ത് റയാൻ പൊയ്ക്കോളൂ എന്ന് ദീപക് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ജെഫ്രി ചോദിക്കും, ജെഫ്രിയെ പറഞ്ഞു വിടുന്നു. അപ്പം റയാനെ പൊട്ടുന്നു, സ്വാഭാവികം. കുറച്ച് കഴിഞ്ഞ് അൻഷിതെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിച്ചണിലേക്ക് കൊണ്ടുപോകുന്നു. വിശാൽ ചവിട്ടാൻ പോവാണെന്ന് പറയുന്നു. വിശാൽ യൂണിഫോം ഇടുന്നില്ല. എന്താണ് കാര്യം, അത് വാഷ്റൂമിൻ്റെ കേസിൽ നീതി കിട്ടിയില്ല എന്ന് വിശാൽ പറഞ്ഞുകൊണ്ട് വിശാലും തർഷിക്കുകയും കൂടെ. അപ്പം ഞാൻ തർഷികയോ വിശാലിനോടോ എന്ത് പറ്റി എന്നുള്ള ലെവലിൽ കുറച്ച് കഴിഞ്ഞ് മീറ്റിംഗ് കൂടുന്നു. റാണോ പറയാണ് നമുക്ക് കുറച്ച് റൂളുണ്ട്, REIC റൈക്ക്, അതാണ് നമ്മുടെ റൂൾ. ഓരോരുത്തരും ഓരോന്ന് വെച്ച് പറയും. രഞ്ജിത്ത് പറയാണ് അത് സംസാരിക്കുമ്പോൾ നമ്മുടെ നാവടക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളിനി പറയാനായിട്ട് പാടുള്ളതല്ല. അപ്പം മഞ്ജരി സാറേ നിങ്ങൾ വല്ല കാര്യമുണ്ടെങ്കിൽ പറ, ഇവിടെ കിടന്ന് ചിലക്കരുത്, നമുക്ക് നേരമില്ല, മാനേജേഴ്സ്. അപ്പം രഞ്ജിത്ത് ഇനി നമ്മൾ നിങ്ങളെ സാറെന്ന് വിളിക്കുമ്പോൾ നിങ്ങളും തിരിച്ച് സാറെന്ന് വിളിക്കണം. R is for respect. അപ്പം അടുത്ത് വിശാല് റയാൻ്റെ ഇഷ്യൂവിൽ ദീപകണ്ണൻ പറഞ്ഞത് ഒട്ടുമേ ശരിയായില്ല. അപ്പം അതുകൊണ്ട് ഇനി മുതൽ ഇക്വാളിറ്റി വേണം, E for ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിലും. ഒരു മാനേജർ വാഷ്റൂമിൽ ആദ്യം പോയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരു തൊഴിലാളി വാഷ്റൂമിൽ പോകും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മാനേജർ പോയിക്കോട്ടെ, വീണ്ടും ഒരു തൊഴിലാളി പോകും. അല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെ ചെയ്യാൻ പറ്റൂല. ഇക്വാളിറ്റി, E for ഇക്വാലിറ്റി. അടുത്ത സത്യ പറയുന്നു ഇൻഡിപെൻഡൻസ് വേണം, അനുവാദം തന്നാലേ ഇതിനകത്തോട്ട് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന കാര്യം അത്ര ശരിയല്ല. മഴ വന്നപ്പോഴും അവിടെ നനഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിനകത്ത് വരാനും പോകാനൊക്കെയുള്ള അനുവാദങ്ങൾ വേണം എന്നുള്ള ലെവലിൽ ചെറിയ രീതിക്ക് പറഞ്ഞു വെക്കുന്നു. അപ്പം മുത്ത് പറയാണ് ബാക്കിയുള്ള മാനേജേഴ്സ് എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുന്ന നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ. ഇവർ ഈ മീറ്റിംഗ് കൂടുകയാണ്, വീട്ടിനകത്ത് വെച്ചാണ് മീറ്റിംഗ്, പുറത്ത് മഴ ആയതുകൊണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണ്, അപ്പുറം ടേബിളിൽ അപ്പുറം ഇരിക്കുന്നത്. സൗന്ദര്യം എന്തെന്ന് അറിയാം, ആഹാരം എടുത്തോണ്ട് സൗന്ദര്യം കഴിച്ചില്ല. ജെഫ്രി മേശപ്പുറത്ത് ആഹാരം വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗന്ദര്യ ദൂരെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാലും എടുത്ത് ഇങ്ങനെ ഒരു കസേരയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മര്യാദ ഇല്ലാത്ത ലെവലിൽ ദയവ് കരുതി പെരുമാറരുത്. അപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. അപ്പം സൗന്ദര്യം നീ മര്യാദയ്ക്കിരിക്കും, അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ മര്യാദയ്ക്കിരിക്കും വെക്ക്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഓക്കെ നമ്മളിതെല്ലാം ആലോചിച്ച് പറയാമെന്ന് ജാക്കിലും പറയുന്നു. സൗന്ദര്യം കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാതിരിക്കുന്നു. ജാക്കിലും എന്ന് ചോദിക്കുന്നു, ആ സമയം ഞാൻ ഫുഡ് കഴിച്ചിരുന്നപ്പോൾ നിങ്ങളൊന്നും തടഞ്ഞില്ലേ, എടി അത് നീ മാനേജ് അന്നേരം കാണിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് തീരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇവരുടെ എല്ലാവരുടെയും കൂടെ സംസാരങ്ങളാണ്, മീറ്റിംഗ് ആണ്. അപ്പോൾ തർഷിക പറയുന്നു സാർ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണോ അവരാണോ മാനേജേഴ്സ്, അപ്പോൾ അത് രണ്ടും സെയിം ആവും. അപ്പോൾ അതിനകത്തൊരു ഡിഫറൻസും കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരൂ, പോകൂ, ഇവിടേക്ക് വരൂ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ നമുക്ക് അവരെ വിളിക്കാം. നീങ്ക, വാങ്ക, പോങ്ക എന്നൊക്കെ നമുക്ക് പറയാം. അല്ല നീ വാ പോ എന്നുള്ള വിളി നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. അടുത്ത് അത് അപ്പം 6ന്റെ കാര്യം ഓക്കെ. രണ്ടാമത്തെ ഇക്വാലിറ്റിയുടെ കാര്യം ഓക്കെ, അത് പക്ക ഓക്കെയാണ്. ഒരു മാനേജർ പോകുന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയി പൊയ്ക്കോട്ടെ. മൂന്നാമത്തെ ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ ഒരു പകുതി വരെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കൊടുക്കാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം നമുക്ക് സംസാരിച്ച് വരുത്തേണ്ട കാര്യമാണ് എന്ന് പറയുന്നു. അതിനുശേഷം ബസർ അടിക്കുന്നു. വീണ്ടും സ്വാപ്പിങ്ങിൽ സൗന്ദര്യയും സത്യയാണ് മാറാൻ പോകുന്നത്. സൗന്ദര്യ വർക്കറായിട്ട് മാറുന്നു, സത്യ മാനേജറായിട്ട് മാറുന്നു. അപ്പോൾ സൗന്ദര്യ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൗന്ദര്യം മാറ്റുന്നത്. സത്യ സ്വാതന്ത്ര്യം വാങ്ങി തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യയെ പിടിച്ചവരെല്ലാവരും കൂടി എംപ്ലോയീസ് എല്ലാം കൂടി മാനേജർ ആക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് മഞ്ജരി സത്യയുടെ അടുത്ത് ടാസ്ക് ഇൻട്രസ്റ്റിംഗ് ആക്കണം എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ സൗന്ദര്യ ഇതേ സമയം ടോയ്ലറ്റിൽ ദീപക്കിന് പോകാൻ വേണ്ടിയിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജാക്ലിൻ ഇതേ സമയം എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ അരുൺ ഓൾറെഡി ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് വാഷ്റൂമിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ദീപക്കിന് വാഷ്റൂമിൽ പോകണമെന്നുണ്ട്. ഒരേ സമയം ഒരാൾ മാത്രമേ വാഷ്റൂം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ദീപക്ക് വാഷ്റൂമിൽ പോവുകയാണ്. ദീപക്ക് വാഷ്റൂമിൽ പോകുന്നത് അറിയാതെ ജാക്ലിൻ എന്ത് ചെയ്യുന്നു, പോകുന്നു. ജാക്ലിൻ ഈ കേസ് പറഞ്ഞിട്ടാണ് പോകുന്നത്. ജാക്ലിൻ പോയിട്ട് ഒരേ സമയം ഒരാളെ പോകാൻ പാടുള്ളൂ. ജാക്ലിൻ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഡ്രസ്സും മാറിയിട്ട് മുഖവും ഫേസ് വാഷ് ചെയ്യുന്നു. അപ്പോൾ അറ്റ് എ ടൈം ദീപക്ക് വാഷ്റൂമിനകത്ത് കയറി അരുൺ ഇറങ്ങുന്നു. ദീപക്ക് വാഷ്റൂമിനകത്ത് കയറി വാഷ്റൂം യൂസ് ചെയ്യുന്ന അതേസമയം ജാക്ലിൻ പുറത്ത് പൈപ്പ് തുറന്ന് ഫേസ് വാഷ് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേർ അറ്റ് എ ടൈം രണ്ടുപേര് യൂസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ അവിടെ റൂൾ ബ്രേക്ക് വന്നു. അപ്പോൾ ഇത് ആരും അറിയുന്നില്ല. കുറച്ച് കഴിയുന്നു, ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് റയാനാണ്, യൂണിയൻ ലീഡറും റയാനാണ്. അത് കഴിയുന്നു. ലിവിംഗ് റൂമിൽ ബിഗ് ബോസ് മാനേജേഴ്സ് 2 പേര് ഒരേ സമയത്ത് ബാത്റൂം യൂസ് ചെയ്തു. അപ്പോൾ ദീപക് പറയണത് അത് ആരും ഡ്രസ്സ് മാറിയപ്പോൾ ഞാൻ അവിടെ ടോയ്ലറ്റിൽ പോയതാണ്. അപ്പോൾ ബിഗ് ബോസ് ജാക്ലിൻ ഫേസ് വാഷ് ചെയ്തില്ലേ? അതെ. മഞ്ജരി പറഞ്ഞു, അയ്യോ ഫേസ് വാഷ് ചെയ്തപ്പോൾ വെള്ളം വന്നില്ല, ഇപ്പോൾ 2 പേര് യൂസ് ചെയ്തില്ല. ബിഗ് ബോസ് പറയണത് ഒരേ സമയം 2 പേര് യൂസ് ചെയ്ത് പ്രോട്ടോകോൾ ലംഘിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജാക്ലിനെ ഡയറക്റ്റ് നോമിനേറ്റഡ് സോണിലേക്ക് അനുപ്പിവിടുകയാണ്, പറഞ്ഞയക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ ഓക്കെ ബിഗ് ബോസ് എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് ദീപക് എടാ സോറിയടാ, ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ലടാ. അപ്പോൾ ജാക്ലിൻ വരെ കുഴപ്പമില്ല, ഈ ആരിപ്പോൾ എന്താ ഇരിക്കുന്നത്, സോറി ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. കുറച്ച് കഴിഞ്ഞ് റാണവും ജാക്ലിനോട് സംസാരിക്കുകയാണ്. റാണവ് പറയാണ്, ഫേസ് വാഷ് നീ ചെയ്തില്ലേ സൗന്ദര്യ അവിടെ ഇരുന്ന് ജാക്ലിനെ? അപ്പോൾ ജാക്ലിൻ പറയുന്നത്, ഞാൻ എങ്ങനെ ചെയ്തു, എപ്പോൾ ചെയ്തു, എന്തുകൊണ്ട് ചെയ്തു എന്ന് നീ കണ്ടില്ലല്ലോ. അപ്പം നീ യൂണിയൻ ലീഡർ എന്നെ ടോർച്ചർ ചെയ്യുന്നു എന്നിങ്ങനെ റയാനെ വിളിച്ച് പറയുന്നു. ജാക്ലിൻ സൈക്കിൾ അവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. റയാൻ തൊട്ടപ്പുറത്ത് സൈക്കിൾ കറക്കിക്കൊണ്ടിരിക്കുന്നു. പറയാൻ എന്തിനാണ് റാണവ് നിങ്ങൾ ഇന്നലെ വീണ്ടും വാണിംഗ് എന്തിനാണ് വാങ്ങിച്ചു കൂട്ടുന്നത്, മിണ്ടാതിരിക്കുക എന്നുള്ള ലെവലിൽ പറയുവാണ്. എൻ്റെ വാണിംഗ് ആണിത് എന്ന് പറയുന്നു. വാണിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ ജോലിക്കാരനാണ്, നിങ്ങൾ യൂണിയൻ ലീഡറിൻ്റെ പദവിയിൽ നിന്നൊക്കെ പറഞ്ഞു എന്ന് റാണവൻ തിരിച്ചു പറയുന്നുണ്ട്. ടാസ്ക് അവസാനിക്കുന്നു. അപ്പം നാളെ നോമിനേഷൻ ഫ്രീ പാസ് ആർക്കാണ് കിട്ടിയത്, ഡയറക്റ്റ് നോമിനേഷൻ ആർക്കാണെന്നുള്ളത് പറയാം എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പം ആരൊക്കെയാണ് ഈ പറയുന്നത് പോലെ നമ്മുടെ മാനേജറിൻ്റെ പൊസിഷനിൽ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മഞ്ജരി മാനേജറാണ്, ജെഫ്രി മാനേജറാണ്, അരുൺ മാനേജറാണ്, പിന്നെ പവിത്ര മാനേജറാണ്, സത്യ മാനേജറാണ്, ദീപക് മാനേജറാണ്, തർഷിക മാനേജറാണ്. ഇവരിത്രയാണ് ടാസ്ക് എൻഡ് ചെയ്യുന്ന സമയത്ത് മാനേജേഴ്സ്. അതായത് ഇവരിത്രയിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും നോമിനേറ്റഡ് ഫ്രീ ആവാനായിട്ട് പോകുന്നത്. ഇവരിത്ര നോമിനേറ്റഡ് ഫ്രീ ആവാൻ പോകുന്നത് ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. ഇനി നോമിനേറ്റഡ് ഇവരിൽ ഒരാൾ നോമിനേറ്റഡ് ആകും എന്നുള്ള സോണിലിരിക്കുന്നത് മുത്തു, പിന്നെ സൗന്ദര്യ, റാണവ്, അൻഷിത, രഞ്ജിത്ത്, റയാൻ, വിശാൽ, ജാക്ലിൻ. ഇവർ 7 പേരുമാണ്. ഇവർ 7 പേരുമാണ് നോമിനേറ്റഡിലിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും ഒരാളായിരിക്കും നാളെ നോമിനേറ്റ് ആവാൻ പോകുന്നത്. ഞാൻ അറിഞ്ഞത് നാളെ ഈ പറഞ്ഞ പോലെ നോമിനേഷൻ ഫ്രീ കിട്ടുന്നത് ജെഫ്രിക്കാണെന്നാണ് കേട്ടോ. നോമിനേഷൻ ഫ്രീ പാസ്. അങ്ങനെയാണെങ്കിൽ ജെഫ്രി 77 ദിവസം, ജെഫ്രിയും സൈഫ്. ഇപ്പോൾ രഞ്ജിത്തും സൈഫാണ് 77, മഞ്ജരിയും സൈഫാണ് 77, ജെഫ്രിയും സൈഫാണ് 70. ജെഫ്രി 77 അല്ല, ജെഫ്രി 84 ഡേ സൈഫാണ്. 84 ഡേ ജെഫ്രി സൈഫാണ്. കാരണം 79ന്റെ എവിക്ഷനിൽ ജെഫ്രി വന്നാലും 84 ഔട്ടായാലും ജെഫ്രി 84 വരെ സേഫാണ്. കാരണം അടുത്ത ആഴ്ച ഫുൾ നോമിനേറ്റഡ് ഫ്രീ ജെഫ്രിക്ക് കിട്ടും. അതിന് കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച ജെഫ്രി എവിക്ഷനിൽ വന്നാൽ പോലും ഔട്ട് ആവുകയാണെങ്കിൽ പോലും 84 ഔട്ട് ആവുള്ളൂ. ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ 84 ദിവസം ജെഫ്രി സേഫാണ്. അതിൻ്റെ കാര്യം ഞാൻ നാളെ പറയാം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. കുറച്ച് കഴിയുന്നു, അരുണും വിശാലൊക്കെ ടാസ്ക് കഴിയുമ്പോൾ ഹഗ് ചെയ്യുന്നു. അരുണിൻ്റെ മോനാണല്ലോ വിശാൽ, കെട്ടിപ്പിടിക്കുന്നു, നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നു. മഞ്ജരിയും മുത്തും കൂടെ സംസാരിക്കുന്നു. മഞ്ജരി പറയണ റാണവ് സാച്ചന ഇഷ്യൂ, ആ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിച്ചിട്ട് മഞ്ജരി പറയാണ് എല്ലാവരും ഇവിടെ സോറിയും പറഞ്ഞിട്ടൊക്കെ പോയി. അപ്പോൾ മുത്ത് പറയാണ്, ഞാൻ ക്ലിയർ ആയിട്ട് ഓരോരുത്തർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഞാനത് വിഷയത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. അരുൺ ഇവിടെ കാണിക്കുന്ന വേലയൊക്കെ എനിക്ക് അറിയാം. കുറച്ച് കഴിഞ്ഞ് മുത്ത് പറയാണ്, എടാ തർഷികയുടെ ബോണ്ട് ഉണ്ടല്ലോ, മുത്തു തർഷികയുടെ ബോണ്ട് ഫുൾ ഫേക്ക്, കള്ളത്തരമാണ്. മഞ്ജരി, ഇപ്പോഴാണ് ഞാൻ അവളെ വെച്ചൊന്ന് കൂട്ടുകൂടിയത്, ഇപ്പോഴേ എനിക്കത് മനസ്സിലായി. അപ്പോൾ മുത്തു, അരുൺ ഇവിടെ എന്നെന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ പ്രൊവോക്ക് ചെയ്താൽ ലിറ്ററലി എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഈ അരുൺ എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് മഞ്ജരി റാണവൻ്റെ പറയുന്നത്, നീ സൗന്ദര്യയുടെ ആ ഒരു ഡബിൾ കേസിൽ അവൾ വന്ന് നിന്നെ മോക്കിങ് ചെയ്തു നീ പറഞ്ഞല്ലോ, ഇപ്പം നീ കാണിക്കുന്നത് പേഴ്സണലല്ലേ, ടാസ്കിലല്ലാതെ. അവൾ മാനേജർ ആയിരുന്ന സമയത്ത് അവളുടെ മറ്റേ വാണിംഗ് കേസ് നീ പറഞ്ഞത് അവൾക്ക് നല്ലപോലെ ഫീൽ ആയിട്ടുണ്ട്, അവൾക്ക് പുറത്ത് വേറെ ഏതോ രീതിയിൽ പോർട്രേറ്റ് ചെയ്തു, നല്ല വിഷമമുണ്ട് എന്നെല്ലാം ഈ പറയുന്ന
റാണവിനോട് മഞ്ജരി പറയുന്നുണ്ട്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു നമ്മുടെ അവളോട് പറയുന്നതെന്ന് പറയുന്നു. അതിനുശേഷം മുത്തുവും തർഷികയും കൂടെ രാത്രി തർഷിക പറയുന്നുണ്ട്, എടാ നീ ഇന്നലെ രാത്രിക്ക് ശേഷം പിന്നെ ഞാൻ ചിരിച്ച് കണ്ടില്ല, എന്താണ് പ്രശ്നം? ഞാൻ നീ അന്നേരം ഇന്നലെ ആ ടാസ്ക് നടന്ന സമയത്ത് നീ റൂൾ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നീ ഇങ്ങനെ ചിരിച്ചു, അപ്പോൾ അതുകൊണ്ട് നീ മനഃപൂർവ്വം ചെയ്താണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിന്റെ പേര് പറഞ്ഞത്. മുത്ത് പറഞ്ഞു ഓക്കേടാ കുഴപ്പമില്ല, അപ്പോൾ ഇന്നലെ രാത്രി മുതൽ നീ ഓഫാണ്, എനിക്ക് ഒരുമാതിരിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട്, അപ്പം സോറി ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ മുത്ത് പറഞ്ഞു നീ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത്, നിന്റെ ബർത്ത്ഡേ അല്ലേ, നീ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യ് എന്ന് പറയുന്നു. ഇത്രയാണ് എപ്പിസോഡ്. അപ്പം നാളെ നമുക്ക് നോക്കാം. നാളെ ഫ്രൈഡേ ആണ്. നാളത്തെ റിവ്യൂവും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് ഞാൻ വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.